Hello aspirants, welcome to Vishwam Academy. New subject economics ആണെന്ന് നോക്കുന്നത്. അപ്പോൾ പ്രിലിമിനറി ബേസിസിൽ 7 to 9 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്കണോമിക്സ് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലവർക്ക് എക്കണോമിക്സ് ഭയങ്കര കഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസിയസ്റ്റ് മെത്തേഡിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള നോട്ട്സാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The origin of economics is from Greek word oikos and nemin. Oikos പറഞ്ഞ house, nemin എന്ന് പറഞ്ഞ managing. അപ്പോൾ the meaning of oikos is house. So initially the meaning of economics was understood as managing the house. അങ്ങനെയാണ് എക്കണോമിക്സ് എന്നുള്ള പേര് വന്നത്. Later, it was used to administrate the economic situation of city and state. First, managing the house എന്ന രീതിയിലായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് വന്നത്. Later, അത് situation of city and state, economic situation of city and state എന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് മോഡേൺ ഡെഫിനിഷൻ. ഇത് ഏൻഷ്യൻ ഡെഫിനിഷൻ ആണ്. ഇത് മോഡേൺ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ and distribution. PECD എന്ന് ഓർത്ത് വയ്ക്കുക. PECD. അപ്പോൾ ഒരു വസ്തു പ്രൊഡക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുക, അത് കൺസ്യൂം ചെയ്യുക ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ പ്രോഡക്റ്റ് ടൂൾസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൂൾസ് ആവശ്യമാണ്, റൈറ്റ്? അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. സോ എക്സ്ചേഞ്ചിങ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ പ്രൊഡ്യൂസ് ടൂൾസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഷെയറിംഗ് ദ മണി ഒബ്റ്റൈൻഡ് ബൈ സെല്ലിംഗ് ഓഫ് എ ഗുഡ് ഓർ എ പ്രോഡക്റ്റ് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ. അതിന് മുന്നേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ അതിന് ലാൻഡ് വേണം, തൊഴിലാളികൾ വേണം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ക്യാപിറ്റൽ എമൗണ്ട് വേണം, പിന്നെ അത് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അതിന് റിട്ടേൺ ബെനിഫിറ്റ്, ഇപ്പോൾ നമ്മൾ ലാൻഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റ് കിട്ടും, ലേബറിനാണെങ്കിൽ നമുക്ക് വേജസ് കിട്ടും, ഓക്കെ. ക്യാപിറ്റലാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാകും, ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു നടത്തിപ്പ് ചെയ്യുകയാണെങ്കിൽ ലാഭം നഷ്ടവും ഉണ്ടാകും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഷെയറിങ്, ഒരു ഗുഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന മണി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ന്യൂ എക്കണോമിക്സ് ഈസ്, അല്ലെങ്കിൽ നിയോ എക്കണോമിക്സ് ഈസ് ആൽഫ്രഡ് മാർഷൽ. ആഡം സ്മിത്ത് propounded wealth definition. ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Economics is the science of wealth. It deals with the acquisition, accumulation and expenditure of wealth. ജസ്റ്റ് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്ത് പോയാൽ മതി. ഇനി ആൽഫ്രഡ് മാർഷലിന്റെ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് എക്സാമിൻസ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ attainment and use of material requirement of well-being. Next, Leonel Robbins അവർ പറയുന്നത് scarcity definition ആണ്. Economics is the science which studies human behavior as a relationship between ends and scarce means with which have alternative uses. ഇനി സാമുവൽസൺ എന്ന് പറയുന്നത് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ ആൽഫ്രഡ് വെൽഫെയറിനെ കുറിച്ചും വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് തന്നത്. ലിയോണൽ റോബിൻസ് സ്കാർസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ, സാമുവൽസൺ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ, ആഡം സ്മിത്ത് വെൽത്ത് ഡെഫിനേഷൻ. നെക്സ്റ്റ്, സാമുവൽസൺ പറയുന്ന ഗ്രോത്ത് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി as to how societies use scarce resources to produce valuable commodities and distribute them among different people. അപ്പോൾ ഇതാണ് 4 ഡെഫിനിഷൻ. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കാരണം
ഇപ്പോൾ ഗ്രോത്ത് ആണെങ്കിൽ ഗ്രോത്ത് എന്നുള്ള വേർഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ് ആ ഡെഫിനേഷനകത്ത് ഉണ്ടാവും. ഇപ്പോൾ സ്കാർസിറ്റി ആണെങ്കിൽ എൻസ് ആൻഡ് സ്കെയർസ്. അതുപോലെ നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ റാഗ്നർ ഫ്രിച്ച് ആണ്. അപ്പോൾ ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. Microeconomics is the branch of economics which studies individual component or part of an industry of a sector and applies the findings to the whole of the industry or sector. Microeconomics studies from particular to general. അതായത് മൈക്രോ എക്കണോമിക്സ് പറയുന്നത് വൺ ഓഫ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണല്ലോ. ഇത് ഇൻഡിവിജ്വൽ കോമ്പൗണ്ടിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻഡിവിജ്വൽ കോമ്പൗണ്ടിനെ ഹോൾ ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് ആ അപ്ലിക്കേഷനെ ഹോൾ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്, ആ ഫൈൻഡിങ്സിനെ ഹോൾ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ ടു ജനറൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 10 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയുടെ ക്യാരക്ടർ മാത്രം അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ സ്റ്റഡി പാറ്റേൺ മാത്രം അനലൈസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫൈൻഡിങ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഇല്ല. ആ റിസൾട്ട് ഹോൾ 10 സ്റ്റുഡൻസിനും ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സ്. ദാറ്റ് ഈസ് മൈക്രോ മീൻസ് പെർട്ടിക്കുലർ ടു ജനറൽ. ഒരാളിൽ നിന്നും ഫുൾ ജനറൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. അതിന് നേരെ റിവേഴ്സ് പ്രോസസ്സാണ് മാക്രോ എക്കണോമിക്സ്. Macroeconomics studies the industry as a whole and applies its findings to an individual unit. Macroeconomics studies from general to particular. അപ്പോൾ അങ്ങനെ ജനറൽ ആയിട്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സ് ആണ്. ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഈസ് അപ്രോപ്രിയേറ്റ് ദാൻ മാക്രോ എക്കണോമിക്സ് ബിക്കോസ് വി ക്യാൻ ബ്രിങ് റിസ്ട്രിക്ഷൻസ് ടു മൈക്രോ, നോട്ട് ടു മാക്രോ. അപ്പം നമുക്ക് മൈക്രോയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ മാക്രോയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൈക്രോ അപ്രോപ്രിയേറ്റ് ദാൻ മാക്രോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ്: ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഓർ മാർക്കറ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കണോമി ഓർ കമാൻഡ് എക്കോണമി, മിക്സഡ് എക്കോണമി ആൻഡ് ട്രഡീഷണൽ എക്കോണമി. സോ 4 എക്കണോമീസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.